ഹലോ ഗൈസ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റാം ചരണിൻ്റെ പുതിയ മൂവിയായ പെഡ്ഡി. അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യാം. അതിനുശേഷം ബാക്കി സംസാരിക്കാം. Entering tunnel number 13. Sir, emergency. ഇവിടെയുള്ളവരുടെയൊക്കെ ഫേവറേറ്റ് പ്ലേ വെവ്വേറെ ആണെങ്കിലും അവരുടെയൊക്കെ ഫേവറേറ്റ് പ്ലെയർ മാറുന്നില്ലല്ലോ. പെദ്ദി, അത് ഈ നാട്ടിലേതെങ്കിലും ദൈവത്തിന്റെ പേരാ? എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ പെദ്ദിയാ സർ. എന്റെ ഫേവറേറ്റ് റെസ്ലർ പെദ്ദി സർ. എന്റെ ഫേവറേറ്റ് റണ്ണർ പെദ്ദി സർ. ഈ നാട്ടിലെ പിള്ളേരൊക്കെ പെദ്ദിയെ എങ്ങനെ കാണുന്നത് സാറിന് അറിയോ? ഗ്രൗണ്ടിലെ ദൈവമായിട്ടാ. ഞാൻ കളിക്കുന്ന ജയിക്കാൻ വേണ്ടി മാത്രമാണ്. ആകാശത്തുനിന്ന് നക്ഷത്രങ്ങളെ ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീഴുന്നു നീ കേട്ടിട്ടില്ലേ? അതിൽ ഒരെണ്ണം ഈ വിജയനഗരത്തിലൊന്ന് വീണതാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മറ്റടുത്ത ഉപദേശമൊന്നും എന്നോട് വേണ്ട. എങ്ങനെ മടകുടാഞ്ചനായിട്ട് നടന്നു? അയ്യോ, പെമ്പിള്ളേരായൊന്നും പറയാൻ പാടില്ല മോളെ. മോറടം മോനെ. കളി ജയിച്ചോ തോറ്റോ എന്നതല്ല, അതിന് ജീവൻ കൊടുക്കണം. നീയൊക്കെ റെയിൽവേ പാളത്തിൽ തീവ്രമല്ലടാ. നടക്കം വഴിയുണ്ടായിട്ട് മാത്രം കാര്യമില്ല, മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ബോധം വേണം. ഇങ്ങനെ വേർതിരിവ് കാണിക്കാൻ നാണമില്ലേ? ഊരും പേര് പറയാത്ത നിന്നെയൊക്കെ വിളിച്ച് പണി തന്നതിന്റെ വലിയ നന്ദിയുണ്ടടാ ചേറ്റകളെ. അവൻ വലിയ കളിക്കാരനാണെങ്കിൽ കളി എങ്ങനെ കളിപ്പിക്കണമെന്ന് നമുക്കറിയാലോ. എവിടെടാ കൂലിക്കളിക്കാരൻ? വെറുതെ നാവിട്ടടിക്കാതെ കളിച്ച് ജയിക്കാൻ പറ്റിയ ആമ്പുലറുണ്ടെങ്കിൽ വരാൻ പറ. ആരടാ അവൻ? രണ്ട് ഗെയിമുകളെ ചേർത്ത് ഒന്നാക്കി മത്സരിക്കുന്നവരെ വിളിക്കുന്ന പേരാണ്. ഞാൻ പെദ്ദിയ സാറേ. തോറ്റാലും ജയിച്ചാലും അത് ഈ മലയടിവാരക്കാരന്റെ പേര് തന്നെയായിരിക്കണം. കളികൾ എനിക്ക് മത്സരം മാത്രമായിരുന്നില്ല, പോരാട്ടം കൂടിയായിരുന്നു സർ. ബുച്ചി ബാബുസന ആണ് ഡയറക്ടർ പെഡ്ഡിൻ്റെ. പുള്ളിയുടെ ഫസ്റ്റ് പടം ഉപ്പേന എന്നും പറഞ്ഞൊരു തെലുങ്ക് മൂവി മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് തെലുങ്ക് ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ ഡെബ്യൂ മൂവിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിങ് മൂവി ആയിരുന്നു. പുള്ളിയുടെ രണ്ടാമത്തെ പടമാണ് പെഡ്ഡി. ഒരു സ്പോർട്സ് ഡ്രാമ പ്ലസ് ആക്ഷൻ മൂവി എന്ന് പറയാം, അങ്ങനത്തെ ടൈപ്പ് തോന്നണം. ആക്ഷനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് തോന്നുന്നു. സ്പോർട്സിന് അധികം കാണിക്കുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ സ്പോർട്സ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പേരിന് വെച്ചേക്കുന്നതായിരിക്കുള്ളൂ. ഒരു പ്രോപ്പർ തെലുങ്ക് പടം തന്നെ തോന്നണം. പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും ഇല്ലെങ്കിലും വെറൈറ്റി ഇപ്പോൾ ഈ ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ള രീതിയുള്ളൂ. ഈ സ്പോർട്സിൻ്റെ ഒരു മിക്സ് ചെയ്യുന്നുള്ള ഉള്ളൂ. പിന്നെ വെറൈറ്റി ഷോർട്സൊക്കെ നല്ല രസമുണ്ട്. പിന്നെ റൈറ്റിങ് എഴുത്ത് സുകുമാറാണെന്ന് തോന്നുന്നു. അതുകൊണ്ടൊരു പ്രതീക്ഷയുണ്ട്. സുകുമാറിൻ്റെ നല്ല എഴുത്തുള്ള പടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 2026 ജൂണിലാണ് റിലീസ്, ജൂൺ 5. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല പടമായിരിക്കും തോന്നുന്നു. പുള്ളി നല്ലോണം പണിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു റാം ചരൺ. അതിൽ നല്ല ഫിസിക്കലി ഒക്കെ ആയിട്ട് നല്ല രീതിക്ക് ചലഞ്ചിങ് ഉള്ള റോളാണെന്നാണ് പടത്തിൽ. പിന്നെ നല്ല പടമായിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നത്. കഴിഞ്ഞ പടം പുള്ളിയുടെ ഫ്ലോപ്പായിരുന്നല്ലേ, ശങ്കറിനൊപ്പം ചെയ്തത്. അപ്പോൾ ഇത് കത്തുമായിരിക്കും.
പിന്നെ സുകുമാരൻ്റെ റൈറ്റും കൂടി നല്ലതായിരിക്കുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ രീതിയിലുള്ള, പിന്നെ നല്ല മേക്കിംഗ് സ്റ്റൈലുണ്ട്, രസമുണ്ട് കാണാൻ. എന്തായാലും പടം റിലീസ് ആകുമ്പോൾ ബാക്കി അറിയാം. അപ്പോൾ എന്തായാലും വീഡിയോ അതിൻ്റെ ഇപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.